വാർത്തകളിലേക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്കും കേന്ദ്രത്തിനും പരാതി നൽകുമെന്ന് ജോൺ ബ്രിട്ടാസ്. വി.ഡി. സതീശിന്റെ മുൻഗാമികൾ അടിയന്തരാവസ്ഥ കാലത്ത് നടത്തിയ സെൻസർഷിപ്പിനെ വെല്ലുന്ന മാധ്യമവേട്ടയാണ് കേരളത്തിൽ നടക്കുന്നത് എന്നും ബ്രിട്ടാസ് ആഞ്ഞടിച്ചു. പോസ്റ്റ് നീക്കലിൽ പങ്കില്ലെങ്കിൽ മുഖ്യമന്ത്രി മെറ്റയ്ക്ക് കത്തെഴുതണം എന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇത് മെറ്റ എന്നുള്ളതൊരു സ്വകാര്യ കമ്പനിയാണ്, അതൊരു വിദേശ കമ്പനിയാണ്. അവർക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. അവർക്ക് മേൽ അധികാരികളുള്ള സമ്മർദ്ദം വന്നതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെ ഒരു അടിയന്തരാവസ്ഥ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ ഈ പറയുന്ന പോസ്റ്ററുകളും എല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇക്കാര്യത്തിൽ പങ്കില്ലെങ്കിൽ മുഖ്യമന്ത്രി മെറ്റയ്ക്ക് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യമുള്ളൊരു സംസ്ഥാനമാണ്, ജനാധിപത്യമുള്ളൊരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് ഇതുപോലുള്ള ആശയതലത്തിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യമാണ്. ഇത് ഭരണഘടനയ്ക്കെതിരാണ് എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. ശരത്ലാൽ ശരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ശരത്, എന്തായാലും ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായ വിഷയമാണ്. അത് കേന്ദ്രമന്ത്രിമാരായാലും അത് മറ്റ് മുഖ്യമന്ത്രിമാരും, അത് ഉത്തർപ്രദേശിന്റെയും തമിഴ്നാടിന്റെയൊക്കെ മുഖ്യമന്ത്രിമാരായാലും അവരുടെയൊക്കെ പോസ്റ്റുകൾ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇതിൽ നേരിട്ട് പങ്കില്ല എങ്കിൽ കത്തെഴുതണം എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്. രുചീഷ്, അതുതന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് അല്ലെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന അല്ലെ മുഖ്യമന്ത്രിയെ പടമുള്ള മുഖ്യമന്ത്രിക്കുള്ള നെഗറ്റീവുള്ള ഏതൊരു പോസ്റ്റും ഉടനടി മെറ്റ നീക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസിലെ ഇടപെടലെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്നാൽ ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മുഖ്യമന്ത്രിയോ പങ്കില്ലെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിനും മെറ്റക്കും കത്തെഴുതിക്കൂടാ എന്നാണ് ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നത്. താൻ ഏതായാലും ഇക്കാര്യം മെറ്റക്കും അതുപോലെ തന്നെ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണദേവനും കത്തെഴുതും.